നോക്കിയ മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യത്തിന് എന്തിനാ അമ്മ ഇങ്ങനെ ഇരിക്കുന്നേ? ഇത് മുഴുവൻ നോക്കണ്ട. എന്റെ അമ്മ രാവിലെ കാണിച്ചത് ഭയങ്കര നാടകമായിരുന്നേ. അമ്മക്ക് ഇച്ചിരി പത്രാസ് കൂടി വരുന്നുണ്ട്. ഓ എനിക്ക് ശരിക്കുള്ള പത്രാസ് ഉണ്ടായിരുന്നെങ്കിലേ ഞാനിവിടെ നിന്റെയൊക്കെ തള്ളയായിട്ട് അങ്ങനെ ഭാര്യയായിട്ട് നിൽക്കൂലായിരുന്നു. ഞാൻ വേറെ പണി നോക്കി പോയനെ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയിട്ട് ഭാര്യ ഒരു കാര്യം സ്നേഹത്തോടെ പറയുമ്പോ അത് സ്നേഹത്തോടെ അനുസരിക്കുക എന്നുള്ളത് ഒരു ഭർത്താവിന്റെ കടമയാണോ അല്ലയോ? അതങ്ങനെ ചെയ്തില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ അമ്മ പറഞ്ഞു പറഞ്ഞേ? അച്ഛന് സ്നേഹമില്ലെന്നാ അമ്മയുടെ അടുത്ത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നീ എഴുതപ്പുറം വായിക്കൊന്നും വേണ്ട. പക്ഷെ ഈ ചെയ്യുന്നത് ശരിയല്ല. അമ്മ ഒന്ന് മുഖം നേരമായി അമ്മ, കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ. അതെ അതെ, നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഭംഗിയില്ല. അയ്യോ ആര് പിടിച്ചല്ല? 75 ലക്ഷം ലോട്ടറി അടിച്ച്. അളിയന് 75 ലക്ഷം രൂപ ലോട്ടറി അടിച്ച്. 75 ലക്ഷം ഒന്നും ആയിരിക്കില്ല, 75 രൂപയായിരിക്കും. ഓൾറെഡി 75 ലക്ഷം രൂപ. എന്റെ മാമ പറ്റിക്കല്ലേ? ആ സത്യം ലോട്ടറി പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനല്ല, ഞാനിപ്പോ ചായ കുടിക്കാൻ വേണ്ടി ആ ജംഗ്ഷനിലെ ചായക്കട പോയായിരുന്നല്ലോ. അവിടെ വെച്ച് അളിയന്റെ നമ്പർ എനിക്കറിയായിരുന്നു, ടിക്കറ്റ് നമ്പർ. രാവിലെ നീ വന്നപ്പോ കണ്ടായിരുന്നല്ലോ, ഞങ്ങൾ അടുത്തടുത്ത് സംസാരിക്കുന്നത്. അപ്പോഴേ ഞാൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്പർ നോക്കിയപ്പോ 75 ലക്ഷം രൂപ ഒന്നാം സമ്മാനം അളിയന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി നമ്മുടെ ഏജന്റ് ഇല്ലയോ, ലോട്ടറി ഏജന്റ്, അവിടെ പോയി ഒന്ന് വെരിഫൈ ചെയ്ത് അപ്പോഴും അടിച്ച്. അക്ഷയകേന്ദ്രത്തിൽ പോയിരിക്കുക, അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കൊറേ വഴക്കം പറഞ്ഞു. നീ പോണില്ല, അവിടെ റേഞ്ച് കാണൂലായിരിക്കും. ലോട്ടറി ഹലോ കട്ടായി പോയി. നിന്റെ അച്ഛൻ നീ വിളി, എന്റെ അച്ഛനെ ഞാൻ വിളിക്കട്ടെ. ഇതാ എടുക്കല്ലേ, ഇപ്പൊ വരുമായിരിക്കും അച്ഛൻ? വരുമ്പോ പറയാടി. ഞാനേ അച്ഛനെയും ചിന്നുനെയൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ. അത് ശ്രീകുട്ടിയും കൂടെ ഒന്ന് വിളിച്ചു. പേയിങ് ഗസ്റ്റ് ആണെന്ന് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഹലോ, എടുക്കണില്ല, എടുത്തില്ലേ? റിങ് ചെയ്യണ ശബ്ദമല്ലോ. റിങ് എന്തെങ്കിലും. ഹലോ അച്ഛാ, അച്ഛോ അച്ഛന് കാര്യം അറിഞ്ഞോ? രവിയേട്ടന് ലോട്ടറി അടിച്ച്. 100-50 രൂപ ഒന്നുമല്ല, 75 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. അച്ഛനെ പിന്നെ വിളിച്ചു പറയാം. ഞാൻ ചിന്നുവിനെ വിളിച്ചു പറയട്ടെ, അവക്ക് ഭയങ്കര സന്തോഷവും. ഞാനും ആരെങ്കിലും വിളിച്ചു പറയാൻ. ഞാൻ പൈസ കിട്ടിയിട്ട് വേണം മാമൻ പറഞ്ഞ സ്ഥലം വാങ്ങിക്കാൻ. അത് 75 ലക്ഷത്തിന്. ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്. അതല്ല, ലോട്ടറി അടിച്ചത് രവിയേട്ടന് 75 ലക്ഷം രൂപ. നീ അമ്മടുത്ത് പോയി പറ ചെല്ലു വാട്ടോ. എന്നിട്ട് വൈകുന്നേരം പറഞ്ഞേ. ലഡ്ഡു ഒക്കെ വാങ്ങിച്ചില്ല. ലഡ്ഡു ആക്കണത്തിന് ബിരിയാണി എന്ത് വേണമെങ്കിലും ആക്കാലോ. പപ്സെങ്കിൽ പപ്സ്. ശരി ശരി, വാ. ശരി, 75 ലക്ഷം രൂപയ്ക്ക് എത്ര ലക്ഷം പപ്സ് വാങ്ങിക്കാമെന്നറിയോ? അതെ പെങ്ങളെ, അത് ഞാൻ നേരത്തെ ഒരു 20 സെന്റ് കാര്യം പറഞ്ഞില്ലായിരുന്നു? ഇങ്ങനെ റോഡ്. അത് ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്നില്ല, അളിയനെ കൊണ്ട് തന്നെ വാങ്ങിക്കും. വേറെ ഉണ്ട്, ഒരു 25 സെന്റ് വീതം 50 സെന്റ് രണ്ടാക്കാം. നമുക്ക് രണ്ടാക്കി ഒരു 25 എവിടെ പേരിലും ഒരു 25 അവിടെ പേരിലും എഴുതിക്കാം. കല്യാണമൊക്കെ വരികയല്ലോ. മൊത്തം സ്ഥലം വാങ്ങിച്ചാൽ മതിയോ? വേറെ എന്തൊക്കെ ചെലവുണ്ടോ? എന്നാലും മിച്ചം കിടപ്പില്ല. ഈ പൈസ ഒക്കെ നമുക്ക് എപ്പോ കിട്ടും? ഈ പൈസ ഒരു 2-3 മാസത്തിനൊക്കെ കിട്ടും. മാസത്തിനൊക്കെ കിട്ടും. 2 മാസമൊക്കെ എടുക്കും. പിന്നെ 75 ലക്ഷത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ്, ഇൻകം ടാക്സും GSTയും KSTയും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 45 രൂപ എങ്ങനെയാലും കിട്ടും. ബാക്കി അത്രയും പൈസയും ബാക്കി സർക്കാർ കൊണ്ടുപോകും. അത്രയും പോവല്ലേ? ലോട്ടറി അടിച്ച്. 75 ലക്ഷം ലോട്ടറി അടിച്ച്. 75 ലക്ഷം രൂപ ലോട്ടറി അടിച്ച്. ആർക്ക്? അളിയന്.
ഒന്ന് പോളിയാ അയ്യോ സത്യം രവിയേട്ടാ, രവിയേട്ടൻ ലോട്ടറി അടിച്ചു. കളിയാക്കണ്ട അമ്മണി. ഞാൻ ഇനി ലോട്ടറിയുടെ കാര്യം ഒന്നും വിളിച്ചില്ല. അളിയ ഞാനിപ്പോ ജംഗ്ഷനിൽ നിന്ന് വരിക. അവിടെ ചായക്കട ചെന്ന് ഞാൻ ഒന്നുകൂടെ നോക്കിയായിരുന്നു. ആളിയന്റെ തന്നതിന്റെ നമ്പർ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയപ്പോ 1/75 ലക്ഷം രൂപ അളിയന്. രവിയേട്ടന് വിശ്വസിക്കാൻ പറ്റണില്ല. സത്യം. കണ്ട വിശ്വസിക്കാൻ പറ്റണില്ല. ഞെട്ടി നിൽക്കാം. ലോട്ടറി അയ്യോ സന്തോഷം. പാവം. അല്ല, നമുക്ക് തന്നെ കിട്ടും. അളിയ വിഷമിക്കണ്ട. അല്ല, സംസാരിക്കാൻ കാശ് വേറെ ആർക്കും പോകത്തൊന്നുമില്ല. നമുക്ക് തന്നെ കിട്ടും. ടാക്സ് ആയിരിക്കും മാമൻ പറഞ്ഞു. അയ്യോ ഇൻകം ടാക്സ്. പിന്നെ ഞാനേ നിനക്ക് വഴക്ക് പറഞ്ഞപ്പോഴേ എന്താ പറഞ്ഞ? ഒരു വഴക്ക് പറഞ്ഞപ്പോ വഴക്ക് പറഞ്ഞു. ഞാൻ ആ ലോട്ടറി തന്നം പിന്നെ വലിച്ചു കളഞ്ഞു. അളിയാ മോളെ പിങ്കി, മാമന്റെ ബാഗെല്ലാം മേളത്തെ നിലയിലും റൂമിലിരിപ്പുണ്ട്. മോള് ഇന്നിങ് എടുത്തോണ്ട് വാ. ഈ പുളുന്താന്റെ വീട്ടിൽ ഇനി ഞാൻ താമസിക്കത്തില്ല. മക്കളിയല്ലേ? അതാ നല്ലത്. എന്നാലും എന്റെ രവിയേട്ടാ ഇങ്ങനൊരു അബദ്ധം കാണിച്ചല്ലോ. നീ മിണ്ടരുത്.